എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു ഏത്തപ്പഴമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പഴത്തിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പഴം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ക്യാഷ്യൂസ് ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴമാണ് നെയ്യിലേക്ക് ചേർക്കേണ്ടത്. പഴം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. പഴം വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് വിളയിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 കപ്പ് അളവില് ശർക്കര പാനി ചേർക്കാം. ശർക്കര പാനി നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് ചവ്വരി 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തി ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ചവ്വരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ചവ്വരി വെന്ത് കഴിഞ്ഞാൽ 1 സ്പൂൺ അളവില് അരിപ്പൊടി കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. അരിപ്പൊടി നല്ലതുപോലെ വെന്ത് കുറുക്കിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് പാല് തിളപ്പിച്ചാറിച്ചതിന് ശേഷമാണ് ഈ ഒരു മധുരത്തിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു സ്വാദിനായിട്ട് 1 ടീസ്പൂൺ അളവില് ഏലക്കപ്പൊടി ചേർക്കാം. പാലും ചവ്വരിയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. പാലിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും ക്യാഷ്യൂസും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല.